ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഞാനൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഗാർലിക് ചിക്കൻ ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഇന്ന്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് എങ്ങനെ ഗാർലിക് ചിക്കൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ എന്താ പറയുക, അപ്പോൾ നമ്മൾ ഇതിലേക്ക് എന്തൊക്കെ ആവശ്യമുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്, അപ്പോൾ ഇതിലേക്ക് ഫസ്റ്റായിട്ട് ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ബൗളിൽ നമുക്ക് ആദ്യം തന്നെ 1 ടീസ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ 1/2 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക, 1 ടീസ്പൂണ് സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 1/4 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ രണ്ടും കൂടി 1/4 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ഫ്രീസറിൽ വെച്ചതുകൊണ്ട് തന്നെ കട്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പൊടിച്ച് കണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത്, ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ്. ഉപ്പ് ഞാനൊരു 1/2 ടീസ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി മിക്സാക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് വിനാഗിരിയാണ്. വിനാഗിരി 1 ടീസ്പൂണ്, അതേപോലെ കുരുമുളക് പൊടി 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക. എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടിയോ കുറച്ചോ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇനി ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല, കുരുമുളക് പൊടി മാത്രം ആഡ് ആക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ഒരു 3/4 കിലോ ചിക്കൻ നോർമൽ പീസാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെറിയ പീസാക്കിയിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം, വലിയ പീസാക്കിയിട്ട് അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. അത് നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു മണിക്കൂറോളൊക്കെ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. എന്നാൽ നന്നായിട്ട് ചിക്കനിൽ ഉപ്പും പുളിയും എല്ലാവരും പിടിച്ച് കിട്ടും. അപ്പം നമുക്കിനി അങ്ങനെ ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ടൊരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിതൊന്ന് കോരിയെടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ ചിക്കൻ ഇതേപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കോരി എടുത്ത് വെക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ ആ ചിക്കൻ പൊരിച്ചിട്ടുള്ള ഓയിലുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അതിൽ പൊരിച്ച ബാക്കി വന്നിട്ടുള്ള ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് ഇടാനുള്ളത് വെളുത്തുള്ളിയാണ്. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ചെറിയ പീസാക്കിയിട്ടുള്ളത് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 3 ടീസ്പൂൺ വെളുത്തുള്ളി ഉണ്ട് കേട്ടോ. വെളുത്തുള്ളി ചെറുതായിട്ട് കട്ടാക്കിയതാണ് കേട്ടോ ഇത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറേ സാധനങ്ങൾ ഇതിലേക്ക് ആവശ്യമില്ല, കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിലേക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് വാടിയതിന് ശേഷം നെക്സ്റ്റ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് വാടിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളിത്തണ്ട് ഉണ്ടല്ലോ, അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു
3 ടീസ്പൂണോ ഉള്ളിത്തണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് കോൺഫ്ലോറാണ്. കോൺഫ്ലോർ 1 ടീസ്പൂണോളം വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മളിതിൽ പച്ചവെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് ഇങ്ങനെ ഒരു കട്ടിയായി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ളതും വെള്ളം കൂടി ആഡാക്കിയിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ ഇത് നമ്മൾ ചിക്കന് മാഗ്നേറ്റ് ചെയ്തതിന് ബാക്കി വരുന്നുണ്ടല്ലോ, അത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ചെയ്യണത്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇപ്പോൾ ഇത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിക്കാവുന്നതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുക. പിന്നെ നമ്മളിത് ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്, ഗാർലിക് ഗ്രേവി ആയിട്ടാണല്ലോ ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കണം. ഞാനിതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ സോയാ സോസും കൂടി ആഡാക്കി കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം സോയാ സോസ് നമ്മൾ വീണ്ടും ആഡാക്കിയിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് നെക്സ്റ്റ് നമ്മൾ ചേർത്തത് കുരുമുളക് പൊടിയാണ്. 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി മിക്സാക്കിയിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് വെക്കുക. ഞാൻ വീണ്ടും കുറച്ചും കൂടി ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഒന്നും കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ 3 ടീസ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഒന്നും കൂടി വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടി മിക്സാക്കി ലൂസാക്കി എടുക്കുകയാണ്. കാരണം ഇത് നന്നായിട്ട് തിക്കായിട്ട് വരും. കാരണം നമ്മൾ കോൺഫ്ലോർ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് തിക്കായിട്ട് വരും. അപ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് അതൊന്ന് ലൂസാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചപ്പും കൂടി ആഡാക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ചപ്പും ക്യാപ്സിക്കം നമ്മൾ നോർമൽ സൈസിൽ കട്ടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചപ്പും ക്യാപ്സിക്കവും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി ലാസ്റ്റായി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഉള്ളിത്തണ്ടാണ്. ഉള്ളിത്തണ്ട് ലാസ്റ്റ് നമ്മളൊന്ന് ഇട്ട് കൊടുക്കും. പിന്നെ കുറച്ചും കൂടി ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി മിക്സാക്കി കൊടുക്കുക. പിന്നെ നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഗാർലിക് ചിക്കൻ ഉണ്ടാക്കാൻ. വെരി സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അതേപോലെ പുതിയ വീഡിയോസ് ഇനി റെസിപ്പി ആയിട്ട് ഇടാവുന്നതാണ്. പിന്നെ നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് കുറച്ചധികം ദിവസങ്ങളായി. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വീഡിയോ റെസിപ്പി ആയിട്ട് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും മാക്സിമം നമ്മൾ സപ്പോർട്ടാക്കുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മളത് ആ കറിയുടെ തിളച്ച് വെന്ത് കഴിഞ്ഞാൽ നമുക്കിനി ഒന്ന് ഓഫ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.